നമസ്കാരം. DCC ട്രഷറിയുടെ മരണത്തിൽ ആകെ പെട്ടിരിക്കുകയാണ് കോൺഗ്രസ്. സ്വന്തം അണിയെ ചതിച്ചപ്പോൾ നേതാക്കൾ ആരും കരുതി കാണില്ല ഇത്തരത്തിൽ മുട്ടൻ പണി തിരികെ വരുമെന്ന്. നേരത്തെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ആയിരുന്നപ്പോഴും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വന്നപ്പോഴും ജനങ്ങൾക്ക് പ്രത്യേക നേട്ടമൊന്നും ഇല്ല എന്നതാണ് സത്യം. വയനാട്ടിൽ വല്ലപ്പോഴും മാത്രം വരുന്ന ഒരു അതിഥി അതായിരുന്നു രാഹുൽ ഗാന്ധി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പ്രിയങ്കയും. അതിനും ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ കോഴയിൽ മുങ്ങിയ നേതാക്കളായ AC ബാലകൃഷ്ണനും ND അപ്പച്ചനും രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയിരിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ മാറി നിൽക്കാനാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. നേതാക്കൾ ഫോണും ഓഫാക്കി ഒളിവിൽ പോയിരിക്കുകയാണ്. കേസിലെ പ്രധാന പ്രതികളായ 3 നേതാക്കളും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റിന് ശ്രമിക്കില്ലെന്നും പോലീസും വ്യക്തമാക്കിയിരിക്കുകയാണ്. DCC പ്രസിഡന്റും MLAയും ഉൾപ്പെടെ ജില്ലയിലെ പ്രമുഖ നേതാക്കൾ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതികളായതോടെ വയനാട്ടിൽ കോൺഗ്രസ് നേതൃത്വം ഗുരുതര പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇത്രയധികം നേതാക്കൾ ഒന്നിച്ച് അതിഗുരുതരമായ കുറ്റകൃത്യത്തിൽ പ്രതിചേർക്കപ്പെടുന്നത് വയനാട്ടിൽ ആദ്യമായാണ്. കോൺഗ്രസ് നേതാക്കളെ പ്രതികളായി ചേർത്ത് കഴിഞ്ഞ ദിവസം രാവിലെ വിവരം പുറത്തു വന്നതോടെ മുൻകൂർ ജാമ്യത്തിനായുള്ള ശ്രമത്തിലായിരുന്നു 3 പേരും. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്ന ND അപ്പച്ചൻ പറഞ്ഞത് സംഭവം രാഷ്ട്രീയ പകപോക്കലെന്നാണ്. എന്നാൽ അതിനു പിന്നാലെ ജാമ്യം തേടി അവിടെ നിന്നും അപ്രത്യക്ഷനായി. IC ബാലകൃഷ്ണൻ MLAയും തൃശ്ശൂരിൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറുകയായിരുന്നു. KK ഗോപിനാഥൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. ND അപ്പച്ചന്റെയും MLA ബാലകൃഷ്ണന്റെയും ജാമ്യാപേക്ഷ കൽപ്പറ്റ ജില്ലാ കോടതിയിലെത്തി. അതേസമയം KK ഗോപിനാഥൻ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലാണ് സമർപ്പിച്ചത്. ഹൈക്കോടതി കേസ് ഡയറി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടാൽ തിങ്കളാഴ്ച വാദം കേൾക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ നേതാക്കളുടെ മൊബൈൽ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ആണ്. ജാമ്യം ലഭിക്കാതെ വന്നാൽ നേതാക്കൾ റിമാൻഡിൽ പോകേണ്ടി വരും. അറസ്റ്റ് ഉണ്ടായാൽ തന്നെ വയനാട്ടിൽ അത് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കുക മാത്രമല്ല കോൺഗ്രസിന് പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥ വരെ വരും.